ഒരുപാട് കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു സിനിമ ബിഗ് ബി എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗം. ബിലാൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് അത് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണെന്ന്. വളരെ സിമ്പിൾ ആയിരുന്നു, വിചാരിച്ചാലും ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ബിലാൽ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ റീക്രിയേഷൻ ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് നിസ. ലെറ്റ്സ് ഇൻട്രോ. ഞാനിവിടെ അതിനായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം. അപ്പോൾ അത് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ഷേപ്പ് വരയ്ക്കണം. ആ ഒരു ബിലാൽ എന്ന് എഴുതിയിരിക്കുന്ന രണ്ട് ഷേപ്പിനകത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് രണ്ട് ഷേപ്പ് ഇവിടെ വരയ്ക്കണം. റെഡ് വൈറ്റ് ഇങ്ങനെ രണ്ട് കളറും കൊടുക്കണം. നമുക്ക് ആ ഒരു സെയിം ഇത് കളർ തന്നെ ഇവിടെ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ യൂസ് ചെയ്യണം. ബിലാൽ എന്നുള്ള ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫോണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോണ്ടിൻ്റെ നെയിം എന്ന് പറയുന്നത് മേഡ് ടോമി എന്നാണ്. അപ്പോൾ ഈ ഒരു ഫോണ്ട് യൂസ് ചെയ്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സെയിം ഫോണ്ടൊന്നും അല്ല എങ്കിലും നമുക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം ആ ഒരു സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു ഫോണ്ടിന്. ഇവിടെ രണ്ട് ടെക്സ്റ്റ് ലെയർ ആയിട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബി ഒരു പാർട്ടായിട്ടും ബാക്കിയുള്ള സ്പെല്ലിങ്സ് വേറൊരു പാർട്ടായിട്ടുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിനകത്ത് കൊള്ളുന്ന പോലെ നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ലെയേഴ്സിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ മാസ്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ലെയറും ടെക്സ്റ്റ് ലെയർ രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് റാസ്റ്റർ ടൈപ്പ് ആക്കാം. ഇനി നമുക്ക് ഇതിലൊരു മാസ്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു ടൈറ്റിൽ കാണുന്ന സെയിം മാസ്കിങ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. എവിടെയൊക്കെ പാർട്ടുണ്ടോ അവിടെയൊക്കെ എല്ലാം ഞാൻ ഈ കറക്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫിലിമിൻ്റെ ടൈറ്റിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിവിടെ മാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പും അതുപോലെ തന്നെ ഈ ഷേപ്പും നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ചെയ്യേണ്ടതുണ്ട്. കാരണം ആ ഒരു ഒറിജിനൽ ടൈറ്റിലിനകത്ത് അതിൻ്റെ എഡ്ജ് മൊത്തം ആ ഒരു ഷേപ്പിൻ്റെ എഡ്ജ് അത്രയും കുറച്ച് ഫെയ്ഡായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതേ ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം ഷേപ്പ് ലെയറിൻ്റെ പുറത്തൊരു മാസ്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് ഷേപ്പ് ഞാനിവിടെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് കുറച്ച് ഫെയ്ഡ് ആക്കാൻ പോവുകയാണ്. ആ ഒരു ഒറിജിനൽ ടൈറ്റിലുള്ള അതേ എഫക്റ്റ് എവിടെയൊക്കെ കൂടുതലുണ്ടോ അവിടെയൊക്കെ നമ്മൾ കൂടുതലായിട്ടും, എവിടെയൊക്കെ കുറവാണ് അവിടെയൊക്കെ നമ്മൾ കുറവായിട്ടുമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്.
ഇതിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്ട്രാ പരിപാടികളൊന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ 2 ഷേപ്പ് വരച്ചു, ആ ഷേപ്പിനെ പുറത്ത് ടെക്സ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒറിജിനൽ പോസ്റ്ററിൽ എവിടെയൊക്കെ ഷെയ്ഡ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തു. വളരെ സിമ്പിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഒരുപാട് നേരത്തെ വർക്ക് ഉണ്ടാവുമെന്ന് ചിന്തിച്ചാണ് ചെയ്തത്, പക്ഷേ വളരെ സിമ്പിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി, പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് ടൈമൊക്കെ ആ ഒരു പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഒന്ന് കൊടുക്കുവാണ്. മേഡ് ബൈ EYESOPEN എന്നൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രിവ്യൂ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കാണാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ ഡിസൈൻസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫിലിം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ, നമുക്ക് ആ ഒരു ഫിലിമിൻ്റെയൊക്കെ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതിൻ്റെ പുറകെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇൻട്രോ അതുപോലെ തന്നെ ഐക്കൺ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും പുത്തൻ സിനിമകളുടെ ടൈറ്റിൽസും അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മുൻ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾ ചെയ്യാൻ എനിക്കൊരു പ്രചോദനമായിട്ട് തരുന്നത് ആ ലൈക്കാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ആ ലൈക്കും കൂടി ഒന്ന് അമർത്തി, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു ടൈറ്റിൽ നിങ്ങൾ കണ്ടല്ലോ, ഇത് അതുപോലെ തന്നെ ആയോ, അതൊക്കെ നിങ്ങൾ തന്നെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സിനിമകളും അതുപോലെ റീക്രിയേഷൻസും ഫോട്ടോഗ്രാഫി ട്രിക്സും ട്യൂട്ടോറിയൽസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവരും നല്ല നല്ല ഫീഡ്ബാക്സ് ആണ് അയക്കുന്നത് ഓരോ വീഡിയോ ഇടുമ്പോഴും. പക്ഷെ അവർ തന്നെ തിരിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വീഡിയോസ് ഒക്കെ നന്നായിട്ടുണ്ട്, എന്തുകൊണ്ട് വ്യൂസും ലൈക്കൊന്നും ഇല്ല? അപ്പോൾ അതിനുള്ള ആൻസർ എനിക്കറിയത്തില്ല, അതിനുള്ള ആൻസർ നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ.